നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലാൻഡിങ്ങിനിടെ വിമാനത്തിന് അപായ മുന്നറിയിപ്പ്. ഇറ്റലിയിലെ നേപ്പിൾസിൽ നടന്നത് നാടകീയ സംഭവ വികാസങ്ങൾ. ചെക്ക് ലിസ്റ്റ് എല്ലാം പൂർത്തിയാക്കിയ വിമാനമാണ് ലാൻഡിങ്ങിനിടെ അപായ മുന്നറിയിപ്പ് വരികയും വഴിതിരിച്ചു വിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. റൺവേ ലക്ഷ്യമാക്കി കുതിക്കുകയായിരുന്ന വിമാനം 20 അടി വ്യത്യാസത്തിലെത്തിയപ്പോഴായിരുന്നു അപായ മുന്നറിയിപ്പ് ഉണ്ടായത്. പിന്നാലെ ത്രസ്റ്റ് കൊടുത്ത് വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു. 20 അടിയുടെ വ്യത്യാസത്തിൽ ലാൻഡ് ചെയ്യാനാവാതെ വിമാനം വഴിതിരിച്ചു വിടുകയും ചെയ്തു. ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന വിമാനത്തിന് എയർപോർട്ടിൽ ഇറക്കാവുന്നതിലും അധികം വലിപ്പമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കാൻ വൈകിയതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് നയിച്ചത്. അതായത് ലാൻഡ് ചെയ്യാൻ വരുന്ന വിമാനം മറ്റൊന്ന് എന്ന് കരുതിയപ്പോൾ വന്നത് ആ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ പാകത്തിനുള്ള വിമാനമല്ല. അതാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിലേക്ക് നയിച്ചത്. അമേരിക്കൻ എയർലൈൻസിന്റെ ബോയിങ് വിമാനമായിരുന്നു ലാൻഡ് ചെയ്യാനാകാതെ തിരിച്ചു പോയത്. ഫിലാഡൽഫിയയിൽ നിന്ന് നേപ്പിൾസിലേക്ക് എത്തിയ വിമാനമായിരുന്നു ഇത്. രാവിലെ 10 മണിയോടെ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. സാധാരണ ബോയിങ് 787-8 എന്ന വിമാനമാണ് ഫിലാഡൽഫിയയിൽ നിന്ന് നേപ്പിൾസിലേക്ക് എത്താറുള്ളത്. എന്നാൽ വന്നതാകട്ടെ ബോയിങ് 787-9 ഡ്രീം ലൈനർ വിമാനമാണ്. അതുകൊണ്ടാണ് വിമാനം വഴിതിരിച്ചു വിടുന്ന അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാനാകാതെ ആ വിമാനത്തിന് മടങ്ങേണ്ടി വന്ന അല്ലെങ്കിൽ വഴിതിരിച്ചു വിടേണ്ടുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത്. തീർച്ചയായിട്ടും എന്തായാലും ഈ അധികൃതർക്ക് ഈ ഒരു സംഭവത്തിൽ പിഴവ് സംഭവിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പതിവായി എത്താറുള്ള വിമാനത്തേക്കാൾ 20 അടി നീള കൂടുതലായിരുന്നു ഡ്രീം ലൈനർ വിമാനത്തിന്. പ്രവർത്തന നിയന്ത്രണങ്ങൾ കാരണമാണ് വിമാനം തിരിച്ചുവിട്ടതെന്ന് അധികൃതർ വ്യക്തമാക്കി. റോമിൽ ഇറങ്ങാൻ നിർബന്ധിതരാവേണ്ടി വന്ന യാത്രക്കാർക്ക് ബസ് മാർഗം 3 മണിക്കൂറിലേറെ നേപ്പിൾസിലേക്ക് സഞ്ചരിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു. യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ക്ഷമാപണം നടത്തുന്നതായി അമേരിക്കൻ എയർലൈൻ അധികൃതർ അറിയിച്ചു. മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതാണ്. അതായത് മോശം കാലാവസ്ഥയിൽ റൺവേയിൽ നിന്നും പറന്നുയർന്ന വിമാനം അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 6000 അടി കുതിച്ചു. അപ്പോഴാണ് അപകടമുണ്ടായിരിക്കുന്നത്. വിമാനത്തിന് നെടുകയായി മിന്നൽ പിളർ വന്നടിക്കുകയായിരുന്നു. പൊടുന്നനെ കാറ്റിൻ്റെ ഗതി മാറി എയർ ഗട്ടറിൽ വിമാനം വീഴുകയും ചെയ്തു. ഇതോടെ യാത്രക്കാരും ജീവനക്കാരും അടക്കമുള്ളവർ വല്ലാത്ത രീതിയിൽ ഭയന്നു. റയാൻ എയർ ആണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ടേക്ക് ഓഫിന് പിന്നാലെയാണ് മിന്നൽ വന്നിടിച്ചത്. പിന്നാലെ ആകാശച്ചുഴിയിൽ വീണ് യാത്രാ വിമാനം. ഒടുവിൽ ആടി ഉലഞ്ഞ വിമാനം എമർജൻസി ലാൻഡ് ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ടായി. 9ഓളം യാത്രക്കാർക്ക് ഈ സംഭവത്തോടനുബന്ധിച്ച് ഗുരുതര പരിക്ക് പറ്റി. ജർമ്മനിയിലെ മ്യൂണിക്കിന് സമീപമാണ് അപകടമുണ്ടായത്. മിലാനിലേക്ക് പുറപ്പെട്ട റയാൻ എയറിന്റെ വിമാനമാണ് ആകാശച്ചുഴിയിൽ അകപ്പെട്ടത്. വളരെ മോശം കാലാവസ്ഥയിലായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. എന്നാൽ ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയത്തിനുള്ളിൽ ആണ് കൊള്ളിയാൻ വീശിയത്. മ്യൂണിക്കിൽ നിന്ന് 113 കിലോമീറ്റർ പടിഞ്ഞാറുള്ള മെമ്മിങ്ജൻ വിമാനത്താവളത്തിലാണ് യാത്രാ വിമാനം അടിയന്തരമായി നിലത്തിറക്കുന്ന സാഹചര്യമുണ്ടായത്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. എന്തായാലും കുറച്ച് യാത്രക്കാർക്കൊക്കെ ചില ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വന്നു. പ്രക്ഷുബ്ധമായ കാലാവസ്ഥയായിരുന്നുവെങ്കിലും വിമാനം ടേക്ക് ഓഫ് ചെയ്യേണ്ടുന്ന സാഹചര്യമായതുകൊണ്ടാണ് നിലത്തിറക്കിയത്. ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയത്തിനുള്ളിലായിരുന്നു കൊള്ളിയാൻ വീശിയത്. 9 യാത്രക്കാർക്കാണ് അപകടത്തിന് പിന്നാലെ ഗുരുതര പരിക്കേറ്റത്. വായുപ്രവാഹത്തിലെ തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന വിമാനത്തിന്റെ പ്രവചനാതീതമായ ചലനമാണ് ആകാശച്ചുഴി. ടേക്ക് ഓഫ് മുതൽ ക്രൂയിസിംഗ് ഉയരം വരെ ഏത് ഉയരത്തിലും ഈ തടസ്സങ്ങൾ നേരിടും. വായു പ്രക്ഷുബ്ധത, എയർ പോക്കറ്റ് തുടങ്ങി പല പേരുകളിൽ പ്രതിഭാസം അറിയപ്പെടുന്നുണ്ട്. ചുറ്റുമുള്ള വായുവിൽ നിന്ന് മുന്നറിയിപ്പുകളില്ലാതെ അസാധാരണയായി വ്യത്യസ്തമായ ദിശയിലേക്കുള്ള മറ്റൊരു വായുപ്രവാഹം സംഭവിക്കുന്നതാണ് വായു പ്രക്ഷുബ്ധത. കനത്ത കാറ്റ്, കൊടുങ്കാറ്റിന്റെ മേഘങ്ങളിലെ വായുപ്രവാഹം, മലനിരകളിൽ നിന്ന് പറന്നുയരുന്ന വായുപ്രവാഹം, ഭൂമിക്ക് ചുറ്റുമുള്ള ജെറ്റ് സ്ട്രീം എന്ന പ്രവാഹമടക്കം പല കാരണങ്ങളാലാണ് വായു പ്രക്ഷുബ്ധത രൂപപ്പെടുന്നത്. ഇതിൽ തന്നെ ഇടിമിന്നൽ മേഘങ്ങളെ ചുറ്റിയുള്ള വായുപ്രവാഹം ഏറ്റവും അപകടകരമാണ്. മേഘങ്ങളില്ലാതെ രൂപപ്പെടുന്ന വായുപ്രവാഹമാണ് തെളിഞ്ഞ വായു പ്രക്ഷുബ്ധത. ആകാശത്ത് മേഘങ്ങളില്ലാതെ കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനാകാത്ത സാഹചര്യമായിരിക്കും. സ്ഥിതിവിവരക്കണക്കനുസരിച്ച് ചില ഫ്ലൈറ്റ് റൂട്ടുകളിൽ വായു പ്രക്ഷുബ്ധത അനുഭവപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. സിംഗപ്പൂരിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്ന വിമാനത്തിൽ ബോംബ് ഭീഷണി ഉയർത്തിയ ഈ 22-കാരന് 7 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 1 ലക്ഷത്തിലധികം ദിർഹം പിഴയും ഈടാക്കും. ഈ വർഷം ഫെബ്രുവരി 14-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സിംഗപ്പൂരിൽ നിന്ന് അബുദാബിയിലേക്കുള്ള വിമാനത്തിൽ കയറിയ ശേഷം സാമൂഹിക മാധ്യമത്തിലൂടെ വിമാനം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന രീതിയിൽ യുവാവ് പോസ്റ്റ് പങ്കിട്ടു. സാമൂഹിക മാധ്യമങ്ങളിൽ സിംഗപ്പൂർ അബുദാബി വിമാനത്തിന് ബോംബ് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരാൾ പോസ്റ്റ് പങ്കുവച്ച വിവരം കിട്ടിയ ഉടൻ തന്നെ അയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി.
അയാൾ വിമാനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റ് പങ്കുവച്ചതിൽ നിന്ന് പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. റൺവേയിൽ നിന്ന് പറന്നുയരാൻ തുടങ്ങിയ വിമാനം ചാങ്ഹി വിമാനത്താവളം ടെർമിനൽ 2ലേക്ക് ഉടനെ തിരിച്ചു വിളിക്കുകയും അവിടെ വെച്ച് യുവാവിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. യുവാവിന്റെ പക്കൽ നിന്നും സംശയം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള യാതൊന്നും കണ്ടെത്തിയില്ല എന്ന് സിംഗപ്പൂർ പോലീസ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഏത് വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉയർത്തിയതെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച കുറ്റത്തിനാണ് ഇയാൾക്ക് പരമാവധി ശിക്ഷയായ 7 വർഷത്തെ തടവും 1 ലക്ഷം ദിർഹം പിഴയും ഈടാക്കിയതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. എന്തായാലും ഈ വിമാനങ്ങൾ പറന്നുയരുന്നു, വിമാനയാത്രക്കാർ നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ പലപ്പോഴും വാർത്തകളായി കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് യാത്രക്കാരുടെ മോശം പെരുമാറ്റം, യാത്രക്കാർ കാരണം വിമാനങ്ങൾ വൈകുന്ന സാഹചര്യം, അടിയന്തര ലാൻഡിംഗ് നടത്തണമെന്ന സാഹചര്യം, ടേക്ക് ഓഫിനിടെ ചില അപായ മുന്നറിയിപ്പുകൾ, സാങ്കേതിക തകരാറ് കാരണം വിമാനയാത്ര മുടങ്ങുന്ന അല്ലെങ്കിൽ വിമാനയാത്ര വൈകുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ വിമാനയാത്രയൊക്കെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിമാനങ്ങൾക്ക് നേരെയുള്ള വ്യാജ ബോംബ് ഭീഷണി അത് ഈ ഒരിടയ്ക്ക് ഒരുപാട് വർദ്ധിച്ചിരുന്നു. അതായത് വ്യാജ ബോംബ് ഭീഷണി മുഴക്കുന്നു, ഏറെ നേരം യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒക്കെ അത് വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടാക്കുന്നു. വ്യാജ ബോംബ് ഭീഷണി കാരണം പലപ്പോഴും വിമാനം വൈകുന്ന സാഹചര്യം, പിന്നെ നിമിഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശോധന. എന്നാൽ പരിശോധനയ്ക്കൊടുവിൽ ബോംബ് ഇത് വ്യാജ ഭീഷണിയായിരുന്നു, ബോംബ് കണ്ടെത്തുന്നില്ല എന്നത് ആശ്വാസകരമാണ്. എങ്കിൽ പോലും ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക് ഉണ്ടാക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഒരു വിമാനയാത്ര സുരക്ഷിതം അല്ലെങ്കിൽ അത് പൂർണ്ണമായി വിജയിക്കണമെങ്കിൽ അത് വിമാനയാത്രക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ. അധികൃതർ അതുപോലെ തന്നെ മറ്റ് പല ഘടകങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ഒരു വിമാനയാത്ര പൂർണ്ണമായിട്ടും വിജയകരമാവുകയുള്ളൂ. പലപ്പോഴും പുറപ്പെടാനിരിക്കവെയായിരിക്കും വിമാനത്തിൽ സാങ്കേതിക തകരാറുകൾ കണ്ടെത്തുന്നതും പിന്നാലെ ആ ഒരു സർവീസ് ക്യാൻസൽ ചെയ്യുകയും പല യാത്രക്കാർക്ക് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നു എന്നത് സംഭവത്തിൻ്റെ ഗൗരവം കൂട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.